ഹായ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ എൻ്റെ നിന്ന് പോയത്. അപ്പോൾ ഒന്നുകൂടി അത് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി അത് പറയാമെന്ന് വിചാരിച്ചു. ഈ ബിഗ് ബോസിലുള്ള ആദില ആൻഡ് നോറ അറിയാമല്ലോ, അവർ ഒരു ലെസ്ബിയൻ കപ്പിളാണ്. അവർ വിദേശത്ത് സൗദിയിലെവിടെയൊക്കെയാണ് ജനിച്ച് വളർന്നത്. ഇപ്പോൾ ബിഗ് ബോസിലുണ്ട്. അവർ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ സംരക്ഷണത്തിൽ വിവാഹിതരായ ആൾക്കാരാണ്. അവർക്ക് സംരക്ഷണമുണ്ട്. അവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ്. സൗദി പോലുള്ള രാജ്യത്ത് അത് അലൗഡ് അല്ലാത്തതുകൊണ്ട് അവർ നാട്ടിൽ വന്നാണ് മാരേജ് ചെയ്തത്. ഇവർ ചെറുപ്പത്തിലേ കണ്ട് വളർന്ന ആൾക്കാരാണ് പരസ്പരം. അവർ ഒരുമിച്ച് പഠിച്ചതാണ്. അവരുടെ ആ ഒരു സമ്പർക്കത്തിൽ അവർക്ക് പരസ്പരം സ്നേഹം തോന്നി. അവരുടെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് ഫ്യൂച്ചറിലൊരു വേറൊരാളെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ആണിനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ മേലാത്തൊരു മേഖലയാണ്, ഒരു സംഭവമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ഒത്തിരി വാർത്തകളുണ്ട്. പീഡനങ്ങൾ, സ്ത്രീധനം, സ്വാതന്ത്ര്യമില്ലായ്മ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് അവർ ആ തീരുമാനം എടുത്തത്, പരസ്പരം ജീവിക്കാം എന്നുള്ള തീരുമാനം എടുത്തെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഇതറിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരുടെയും വീട്ടുകാർ അനുവദിച്ചിട്ടില്ല. അവർ പലതരം ഭീഷണികളും പേടിപ്പിക്കലൊക്കെ നടത്തി. അപ്പോൾ ഇതിൻ്റെ നിയമസാധ്യത നോക്കിയിട്ട് അവർ കേരളത്തിൽ വന്നിട്ടാണ് ഈ നിയമത്തിൻ്റെ ബലത്തിൽ പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് അവരിതൊക്കെ നടത്തിയെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. കല്യാണം കഴിച്ചത്, ഇപ്പോൾ ജീവിക്കുന്നത് അവർ വിപ്രോയിലൂടെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതം സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇവരുടെ വീഡിയോസിൻ്റെ താഴേക്ക് പോയി ഒത്തിരി ആൾക്കാർ കുറേ തെറി വിളിക്കുന്നുണ്ട്. മതമൗലികവാദികളുണ്ട്, അല്ലാണ്ട് കുറേ കോഴികളുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ അവർ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അവരുടെ കമൻറ്റിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് പറയണത്, പല ആൾക്കാർക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക്, ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തല്ലോ, നമ്മുടെ കല്യാണം കഴിക്കാൻ പോലും പെണ്ണില്ല ആണുങ്ങൾക്ക്. അപ്പോഴാണ് ഇവർ പരസ്പരം കെട്ടി ജീവിക്കണം എന്ന് പറയുന്നത്. അതായത് പല ആൾക്കാരും ഇത് മനസ്സിലാക്കേണ്ട ഇതിനകത്തൊരു കുറച്ച് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ അതിലേക്കും പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ വൈഫിനെ പരിചയപ്പെട്ട സമയത്ത് വൈഫ് അന്ന് സൗദിയിൽ എവിടെയോ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ വൈഫ് എന്നോടൊരു കാര്യം പറഞ്ഞു, അവരുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു പെണ്ണുമായിട്ട് ഇങ്ങനെ എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണോ ആവശ്യപ്പെടാണ്ട് വൈഫ് തന്നെ അയച്ചതാണോ എന്നറിയില്ല. ഈ പറഞ്ഞ ആളുടെ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചു തന്നു, ഈ പറഞ്ഞ പെണ്ണിൻ്റെ. ഞാൻ ആ ഫോട്ടോ നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഞാൻ ആ ഫോട്ടോ വൈഫിനോട് തന്നെ പറഞ്ഞു, ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കാൻ പറഞ്ഞു. സൂം ചെയ്ത് നോക്കിയപ്പോൾ വൈഫ് പെട്ടെന്ന്, ചേട്ടാ ഇതൊരു ആണിനെ പോലെ ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അത് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാര്യം ചിലപ്പോൾ ഈ പിള്ളേർ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഓരോ സാഹചര്യം, ചിലപ്പോൾ ചൂട്, കാലാവസ്ഥ, ഭക്ഷണ രീതികൾ, അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കാം. നമ്മുടെ ടേസ്റ്റുകൾ മാറാം, നമ്മുടെ സെക്ഷുവൽ ഇൻഫാക്ച്വേഷൻസ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം. അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാ ആൾക്കാർക്കും അല്ല, ചിലപ്പോൾ ഒരു ലക്ഷത്തിലൊരാൾക്കോ ഇതൊക്കെ വന്നെന്നിരിക്കാം. അതിന് നമ്മൾ മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരുടെ ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസ്, അങ്ങനെ അത് അവരുടെ റിയാലിറ്റിയാണ്. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനെ ഇല്ലയെന്ന് നമുക്ക് പറയാൻ ഒരു അധികാരമില്ല. മറ്റൊരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ച് വർഷം മുന്നേ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡറൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി അക്സെപ്റ്റഡ് ആണ്. കുറച്ച് വർഷം ഇപ്പോൾ ഞാനൊക്കെ നഴ്സിംഗ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം കൂടുതലും വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അവർ നല്ല രീതിയിൽ മലയാളം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നില്ല? അവർ വരുന്നത് അവിടേക്കാണ്. പിന്നെ നമ്മൾ പണ്ട് തന്നെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആണും പെണ്ണും മാത്രമേ ഈ ലോകത്തുള്ളൂ. അങ്ങനെയല്ല. നമ്മളൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ XY ക്രോമസോൺ ഉണ്ട്, XX ക്രോമസോൺ ഉണ്ട്. XY ആണെന്ന് തോന്നുന്നു സ്ത്രീയുടെ, XX ആണെന്ന് തോന്നുന്നു, XY ആണെന്ന് തോന്നുന്നു പുരുഷൻ്റെ, XX ആണെന്ന് തോന്നുന്നു സ്ത്രീയുടെ. അങ്ങനെ എന്തോ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു കോമൺ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഈ XX വരുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്ത്രീ തന്നെയാണോന്നുമില്ല, XY പുരുഷൻ ആകണമെന്നുമില്ല എല്ലാ സമയത്തും. അതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും കൂടി ചേർന്ന്, പുരുഷൻ്റെ ഹോർമോൺസും കൂടി ചേർന്ന സംഭവമാണ്. അത് ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് പുരുഷ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും, മറ്റാൾക്കാർക്ക് ചിലവർക്ക് ഭാഗികമായിരിക്കും, ചില ആൾക്കാർക്ക് നേരെ തിരിച്ചും വരും. അതാണ് നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ചില ആണുങ്ങളിൽ ഒരു സ്ത്രൈണഭാവം ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ലാലേട്ടൻ, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ, ഈ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം ചെയ്യും, വെർമിസ് ജ്വല്ലറിയുടെ ആകുന്നു. അതിന് ഒത്തിരി വിമർശനങ്ങൾ വന്നു. അദ്ദേഹം അതിനെപ്പറ്റി മറുപടി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. മനുഷ്യൻ എന്ന് പറയുന്നത് അർദ്ധനാരീശ്വരം, രണ്ടുപേരും ചേർന്നതാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ഹോർമോൺ ചേർന്നതാണ് മനുഷ്യൻ. അപ്പോൾ അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങളാണ്.
നമ്മുടെ ശരീരത്തിലെ സ്ത്രീ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് വരാറുണ്ട്, നമ്മുടെ ബിഹേവിയറിൽ വരാറുണ്ട്, നമ്മുടെ പല എക്സ്പ്രഷൻസും വരാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മളൊരു സമൂഹത്തിൽ ജീവിച്ച് വരുമ്പോൾ, നമ്മളൊരു ആണാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിച്ച് പോകുമ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡിൽ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഹൈഡിൽ ഇങ്ങനെ മറവ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷേ സാഹചര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞൊരു നടൻ, ചാന്തുപൊട്ട് സിനിമയുടെ ഒരു ഇതിൽ പുള്ളി അത്ര നാളെ ഒരു ആണായിട്ട് തന്നെയാണ് സിനിമയിൽ വന്നിരുന്നത്, വേഷങ്ങൾ ചെയ്തത്. ഈ ഒരു പടം ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ത്രീയുടെ സ്വാധീനം, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഹോർമോൺസിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് അതിൻ്റെ ആ ഒരു സ്ത്രീ കഥാപാത്രം പുള്ളിയിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അത് അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ മമ്മൂട്ടിയെ പോലൊരു നടൻ എന്തുകൊണ്ട് ഡാൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതില്ല. ഓക്കെ, നമ്മളീ പറഞ്ഞ പോലെ പുരുഷ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഡാൻസ് ചെയ്യാത്തത്. അതെല്ലാവർക്കും പറ്റണമെന്നില്ല. ഓക്കെ, അത് ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞ് ഡാൻസ് ചെയ്യുന്ന ആണുങ്ങളെല്ലാവരും സ്ത്രീ ഉണ്ടെന്നല്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ പൃഥ്വിരാജ് പക്ക ഒരു ആണിൻ്റെതായിട്ടുള്ള രീതികളിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, പുള്ളി ഡാൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും പല ഇതാണ് ചിന്തകളും ബോഡി ലാംഗ്വേജും ഹോർമോൺസൊക്കെ ഇങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് കുറച്ച് വർഷം മുന്നേ ഞാൻ എറണാകുളത്ത് കല്യാണത്തിന് ഒരു ഗ്രാൻഡ് ഫംഗ്ഷന് പോയ സമയത്ത് ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രമേഷ് പിഷാരിയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അവിടെ വന്ന നമ്മുടെ ഒരു കൊളീഗിൻ്റെ കസിൻ, ഞാൻ അവരുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുള്ളതാണ്. അവർ സ്ത്രീ വേഷത്തിലാണ് വന്നത്, പക്ഷേ അവരൊരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. ഞാൻ അവരുടെ മുഖത്ത് നോക്കി, അവർക്ക് മനസ്സിലായി എനിക്ക് ആളെ മനസ്സിലായി എന്നുള്ളത്. അവരുടെ മുഖത്തുള്ള ഒരു ടെൻഷൻ എനിക്കത് മനസ്സിലായി. എനിക്കത് ശരിക്കും ഒരു സങ്കടമാണ് തോന്നിയത്. കാര്യം അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ പണ്ട് തുടങ്ങി ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരാളെ അങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ആ സമയത്ത് ആക്റ്റീവായിരുന്ന സമയത്ത് 2015 വന്നിട്ടില്ല, എറണാകുളത്ത് ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ അത്യാവശ്യം എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യേണ്ട സമയമൊക്കെ ഉണ്ടായിരുന്നു, ലേഡീസിനെയൊക്കെ ചാറ്റ് ചെയ്യണം. ഒരാളെ പരിചയപ്പെട്ടു. അത് ഇതേപോലെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുന്നു. അന്ന് ഈ നമ്മുടെ ഈ അവയവങ്ങളുടെ സർജറി ഒന്നും അങ്ങനെ ഇപ്പോൾ ഹോർമോൺസ് അല്ല, നമ്മുടെ ലൈംഗിക അവയവങ്ങളിലേക്ക് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ അന്ന് തുടങ്ങിയ കാലഘട്ടമാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ കേരളത്തിലേക്ക് വലിയതായിട്ട് വരാത്തൊരു കാലഘട്ടമാണ്. അതായത് കുറേ ആൾക്കാർ ഇപ്പോൾ സ്ത്രീ ഹോർമോൺ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ആണായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, പക്ഷേ സ്ത്രീ ഹോർമോൺ അവരുടെ കൂടുതലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലിംഗം മാറ്റിവെക്കൽ പരിപാടിയൊക്കെ നടക്കുന്ന ഒരു സമയത്തായിരുന്നു. അത് കേരളത്തിലെ സർജറി ഇല്ല, ബാംഗ്ലൂർ അവിടെയൊക്കെയാണ് ഭൂരിഭാഗം ചെയ്യണത്. കാര്യം ഇവർക്ക് പേടിയാണ് സമൂഹത്തിന്. അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഉള്ളിൽ സ്ത്രീ ഹോർമോണാണ്, പക്ഷേ അവൻ ആണുങ്ങളുടെ പോയി ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ഇൻടോളറൻസ് ആണ്, സഫോക്കേഷൻ്റെ അങ്ങേയറ്റാണെന്ന് പറഞ്ഞു. കരയുമായിരുന്നു, അവൻ രാത്രി ഇരുന്ന് കരയുമായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പെട്ട പാട്. അത് കുറേ വൈകിയാണ് ഇവൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കരച്ചിലായിരുന്നു, പാവമായിരുന്നു. ഞാനത് അവൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് മെസ്സഞ്ചറിൽ. ആ സമയത്ത് എനിക്ക് അന്നാണ് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ കുറച്ചും കൂടി റിയലായിട്ടൊക്കെ ലൈഫിൽ ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടല്ലോ, കാര്യം അവരുടെ റിയാലിറ്റിയാണ്. നമുക്ക് അവരോട് എത്ര പറഞ്ഞാലും ശരി, നീ ആണായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ചിന്തയല്ലത്, അവരുടെ ഉള്ളിലുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അവർക്ക് അങ്ങനെയേ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ വിധി തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ തീരുമാനങ്ങളാണ്. അങ്ങനെയല്ല, ശരിക്കും അത് അങ്ങനെയല്ല കേട്ടോ. അത് നമ്മുടെ ശരീരത്തിൽ എത്രയോ കാര്യങ്ങൾ, കോടാനുകോടി കോശങ്ങളിൽ നടക്കുന്ന റിയാക്ഷൻസിൻ്റെയും മെറ്റബോളിസത്തിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്നറിയാം നമ്മളെന്നുള്ള വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളെന്ന് പറഞ്ഞു. കോടാനുകോടി കോശങ്ങളുടെ നടക്കുന്ന ഫുഡ് ഇൻടേക്ക്, ഫുഡ് ഔട്ട് എക്സ്ക്രീഷൻ, അങ്ങനെ വരുന്ന സെല്ലുകളുടെ ഒരു സംയോജനം, ഇതിൽ നടക്കുന്ന സെൽ ഡെത്ത്, സെൽ ഫോർമേഷൻ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളെന്നുള്ള വ്യക്തിയിലേക്ക് ഈ ചിന്തകൾ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട് ഒറ്റ ഒരു തീരുമാനമായിട്ട് ഒരൊറ്റ വ്യക്തിയായിട്ട് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഇഷ്ടംമാതിരി ഞാനെന്നുള്ള വ്യക്തികളുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ്, ടോട്ടൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന സംഭവം. അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഈ ആദില നോറയുടെ ഒരു കേസ് പറയുമ്പോൾ പല ആൾക്കാരും അവരെ തെറി വിളിക്കണതിൻ്റെ കാര്യം ഇവിടെ പെണ്ണ് കിട്ടാനില്ല എന്നുള്ളത്. പോരാത്തിന് അവർ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്, അവരത്യാവശ്യം എക്സ്പോസ് ചെയ്യാറുമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ആ പിള്ളേർ അവിടെ വളർന്നുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഒരു വലിയ സംഭവമല്ല. ഇവിടെ ഇതൊന്നും കാണാത്ത ആൾക്കാർക്കാണ് ഇന്നത്തെ വിഷയങ്ങൾ. അപ്പോൾ അവരെ നിങ്ങൾ തെറി വിളിക്കണത് അവരെ കെട്ടാൻ വേണ്ടിയിട്ടാണോ? അവരെ കെട്ടാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം അവർക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റത്തില്ലത്. വെറുതെ ഒരാളെ കെട്ടി കൂടെ താമസിപ്പിക്കണതല്ല ജീവിതം, അങ്ങനെയൊന്നുമല്ല. അവർ നിങ്ങളോട് ജീവിക്കാൻ തുടങ്ങിയ ആ സ്പോട്ടിൽ ഒന്നെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലും, അല്ലെങ്കിൽ അവർ നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മരിക്കും. എന്തിനാണ് ഇങ്ങനെ ജനിച്ചിങ്ങനെ മരിച്ചു കളയണത്?
അവരില്ലാണ്ട് ഈ ലോകത്ത് എത്രയോ പെൺപിള്ളേരുണ്ട്, നിങ്ങൾക്ക് അവരെ മാത്രമേ കിട്ടിയുള്ളൂ കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പലരും പറഞ്ഞ പോലെ അവർ അഭിനയിക്കണതല്ല, അവരുടെ റിയാലിറ്റിയാണ്, അവരുടെ ഉള്ളിലുള്ള റിയാലിറ്റിയാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് റിയലായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരാൾക്കും നമ്മൾ വിചാരിക്കണ പോലെ ഒരാണും ആണും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത് മാനസികമായിട്ട് അത്ര ഈസിയുള്ളൊരു കാര്യമല്ല. അത്രയും പൊരുത്തം, അത്രയും ഉള്ളിൽ അതിൻ്റെ പ്രോസസ്സ് നടക്കണം അവരുടെ. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, കപ്പിളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്, ഒരേ ജെൻഡറിലുള്ള ആൾക്കാർ കപ്പിളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് സാധാരണക്കാർക്ക്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, അവരുടെ അതേപോലെ ശരീരം മനസ്സും ബ്രെയിനൊക്കെ പ്രവർത്തിക്കുകയാണ്, അവരുടെ ഹോർമോൺസ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഓക്കെയാണ്, അത് അവരുടെ റിയാലിറ്റിയാണ്. അതിലേക്ക് നമ്മൾ കണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ ക്രൂശിക്കാൻ പോകേണ്ട കാര്യം. ഇവരിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള മതപണ്ഡിതന്മാരുടെ വിഷയങ്ങൾ, മത മേലധ്യസ്ഥന്മാരുടെ വിഷയങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ഇവർ കാണിക്കുമ്പോൾ ബാക്കിയുള്ള പിള്ളേരും ഇങ്ങനെ പോകുമെന്നുള്ളതാണ് ടീം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല ആൾക്കാർക്ക്, അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം അത് അങ്ങനെ ആകണം, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആകണം, അങ്ങനെ ചിന്തകൾ വരണം, അവരുടെ ശരീരഭാഷയും ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആയെങ്കിൽ മാത്രമേ അതിനോടൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒന്നല്ല, ഒരു 10 പേര് അങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ പോലും ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നത് 1000-ൽ ഒരാളോ അല്ലെങ്കിൽ 2000-ൽ ഒരാളോ അല്ലെങ്കിൽ 1,00,000-ൽ ഒരാളൊക്കെ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അത് അവരുടെ റിയാലിറ്റിയാണ്. അവരെ അവരുടെ പാട്ടിന് വിടുക. ഇതിൻ്റെ പേരിൽ അവരെ കൊല്ലാനോ അവരെ വിളിക്കാനോ പോയി നിങ്ങളുടെ സമയം കളയരുത്. നിങ്ങൾക്ക് ഈ കിട്ടിയ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോലിപരമായിട്ട്, നിങ്ങളുടെ സാമൂഹികപരമായിട്ട്, നിങ്ങളുടെ വെൽത്ത് പരമായിട്ട് അറിവുകൾ എങ്ങനെയൊക്കെ നേടാം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതം നല്ലതാവും. മറ്റുള്ളവർ അവരങ്ങനെ ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാവണം എന്ന് വിചാരിച്ച് നടക്കാണ്ടിരിക്കുക. പിന്നെ ബിഗ് ബോസിൽ ഇവർ വന്നപ്പോൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്യാം, അങ്ങനെ കുറേ മത ടീമുകൾ പറയുന്നുണ്ട്. അതിൽ വെച്ച് ഇവർക്കെതിരെ വോട്ട് ചെയ്ത് ഇവരെ തമ്മിൽ തിരിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല കമൻറ്റ് ഇടുന്നുണ്ട്, ഇവരെ തമ്മിൽ തെറ്റിക്കണം. എന്നിട്ട് അതാ ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ ഇവർ പരസ്പരം വേർപെട്ട് നിൽക്കുമല്ലോ, അങ്ങനെയൊക്കെ പ്ലാനിങ്ങൾ നടക്കുന്നുണ്ട്. അത്രയും പക്ഷെ അവർക്ക് നല്ല ബുദ്ധിയുള്ളവരാ, അവർക്കറിയാം ഇതൊക്കെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഞാൻ അവരുടെ വീഡിയോസൊക്കെ പോലെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഞാൻ ചോദിക്കണത്, ഇന്ന് ഏത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രയും വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി മാറ്റങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിലും പുറത്ത് നടക്കുന്നുണ്ട്. അതിൽ ഒത്തിരി ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട സാഹചര്യങ്ങളിലേക്കാളും വ്യത്യസ്തമായിട്ട് ഇന്ന് വാർത്തകൾ കൂടുതലും പുറത്തേക്ക് വരുന്നു, തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ അറിയണമെന്നേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. അവരും ജീവിക്കണ്ടേ, അവർ ജനിച്ചു പോയില്ലേ ഈ ഭൂമിയിൽ, അവർക്ക് അവരായിട്ട് ജീവിക്കണ്ടേ, അല്ല അവർ മറ്റൊരാളായിട്ട് അഭിനയിച്ചിട്ട് കാര്യം. ഇപ്പം നിങ്ങളൊരാണാണ്, നിങ്ങളിവിടെ ഒരു പെണ്ണായിട്ട് ജീവിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത് തന്നെയാണ് അവരുടെയും പ്രശ്നം. അതിൽ അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 1-2 ദിവസമൊക്കെ എന്തെങ്കിലും തിരക്കിടതരുടെ കാണിക്കുമായിരിക്കും. റിയലായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുതന്നെയുള്ളൂ അവരുടെ ബ്രെയിനിൽ നടക്കുന്നത്, അവരുടെ ചിന്തകൾക്ക് നടക്കുന്നതേ ഉള്ളൂ. അതവരുടെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ ഉൾക്കൊള്ളുക, അവരെ അവരുടെ പാട്ടിന് വിടുക. ഓക്കെ, ഇനി ഇതേപോലെ പിള്ളേർ വേറെ വന്നാലും അത് സിമ്പിളായിട്ട്, അത് എന്താ പറഞ്ഞാൽ, ഇതുമായിട്ടൊക്കെ ഈ അഭിനയം മറ്റുള്ള ആൾ കണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതൊക്കെ ഒരു ചെറിയൊരു പ്രായത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ ഒരു ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ലൈഫിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇമിറ്റേഷൻസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറയാം, എനിക്ക് അവളെ കെട്ടണം, അല്ലെങ്കിൽ ഒരു പെണ്ണ് പറയാം എനിക്ക് മറ്റേ പെണ്ണിനെ കെട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാം, അവരോട് ജീവിക്കണമെന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതൊന്നും അങ്ങനെ പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല, അതൊന്നും പറ്റത്തില്ല. പിന്നെ സയൻസ് ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ച ഒത്തിരി കാര്യങ്ങളിലേക്ക് ഒത്തിരി റിസൾട്ടുകൾ, റീസൺസ്, അതിൻ്റെ ഫ്യൂച്ചറൊക്കെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒത്തിരി വീഡിയോസ് ഉള്ള ചാനലുകൾ ഇന്ന് മലയാളത്തിൽ തന്നെ ഉണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മനുഷ്യൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുടെ ഒത്തിരി നോളജ് കിട്ടും. അല്ലാണ്ടുള്ള ഒത്തിരി മറ്റു കാര്യങ്ങളും കിട്ടും. എത്രയോ വീഡിയോസ്, എത്ര സോഴ്സസ് ആണ് ഇന്ന്. യൂട്യൂബ് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് തന്നെ കംപ്ലീറ്റ് ഒരു നോളജ് സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൂടുതൽ അറിവ് വരുമ്പോൾ കുറേയും കൂടി ശാന്തമാകും നമ്മുടെ കാര്യങ്ങൾ. കുറേ അതും തെറിയും വിളിച്ച് ഇതും തലയിൽ പല മതങ്ങളും പല പരിപാടിയും കയറ്റി പോകുന്നതിനേക്കാളും നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാര്യം നമ്മൾ മറ്റുള്ള ജീവികളെ, ഈ ഭൂമിയിലുള്ള മറ്റ് കാര്യങ്ങൾ സ്നേഹിക്കേണ്ടത് ഒരു മതം പറഞ്ഞുകൊണ്ടോ ഒരാൾ പഠിപ്പിച്ചുകൊണ്ടോ ആയിരിക്കരുത്. അതൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന നന്മയുടെ ഭാഗങ്ങളാണ്. അതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ ആ നന്മയുടെ ഭാഗങ്ങൾ എന്തുകൊണ്ട് നമ്മൾ മനുഷ്യനെ സ്നേഹിക്കണം,
ചെറുപ്പത്തിലെ മതവും സ്കൂളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. എങ്കിലും കുറച്ച് പ്രായം കഴിയുമ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടല്ല, അല്ല അന്ന് കിട്ടിയ ഒരു അറിവ് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു എന്നല്ല. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഞാൻ എൻ്റെ മനുഷ്യനെ, എൻ്റെ സഹജീവികളെ സ്നേഹിക്കണം. അതിനുള്ള ഉത്തരം അന്നേരം കിട്ടും. കാര്യം മനുഷ്യൻ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, ഒരുമിച്ചുള്ള സഹജീവവാസം, പരസ്പരം ആശ്രയിച്ച് തന്നെയാണ് മനുഷ്യരുടെ വരെയൊക്കെ വളർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സഹജീവികളാണ്. ഏതൊരു കാരണം കൊണ്ട് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചിന്തകൾ വന്നെങ്കിലേ ഉള്ളൂ പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങളില്ലാണ്ട് മാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ്, ഞാൻ വീഡിയോ ഇച്ചിരി കൂടി പോയിട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്.